نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ബോധിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് അയച്ചൊരു വോയിസ് എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. ഏകദേശം വളരെ ചെറിയ പ്രായവ്യത്യാസത്തിൽ മക്കളുള്ള മക്കളെ കുറിച്ചുള്ള പരാതി പറയാനാണ് വോയിസ് അയച്ചത്. മടുത്തു മാഷേ, ഒന്നും പറഞ്ഞാൽ കേൾക്കണില്ല, അടങ്ങി നിൽക്കണമില്ല, വെയിലും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ആ കാര്യം ഒന്ന് ചെയ്യണം എന്ന് പറയാനും ഓർമ്മയാക്കാനും വേണ്ടിയാണ് അവർ വിളിച്ചത്. പൊതുവെ വെക്കേഷൻ ആവുമ്പോൾ കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഒരു അധ്യാപകൻ കൊടുക്കുമ്പോൾ അവർക്ക് അതിലൊരു നിർബന്ധാവസ്ഥ ഉണ്ടാകുമ്പോൾ അവരെ ഒരു വെക്കേഷനിലും അവരെ ഇടങ്ങാറാക്കണ്ട എന്ന് വിചാരിച്ചാൽ ഒരു മെയ് പകുതിക്ക് ശേഷം അങ്ങനെ ഒരു കാര്യത്തെ നിർദ്ദേശിക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ മെയ് മാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ പ്രേരിപ്പിച്ചത് ആ രക്ഷിതാവായിരുന്നു. യഥാർത്ഥത്തിൽ വെക്കേഷൻ കാലത്തെ കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 2-3 രീതി കാണാം. ഒന്ന്, ഈ അങ്ങാടിയിലെ പശുക്കൾ കണ്ടിട്ടില്ലേ നമ്മള്? അങ്ങാടിയിലെ പശുക്കൾ രാവിലെ ഇറങ്ങും, എവിടെയെങ്കിലുമൊക്കെ തിന്നും കുടിച്ചും കഴിച്ചും അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ യജമാനിന്റെ അടുത്തൊക്കെ എത്തും എന്ന് പറയുന്ന പോലെ കുട്ടികളെ രാവിലെ ഇറങ്ങാണ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പോവാൽത്തുമ്മിരുന്ന്, റബ്ബർ തോട്ടത്തിലിരുന്ന്, അപ്പുറത്തിരുന്ന് ഇപ്പുറത്തിരുന്ന്, ഇതിന്റെ അടിയിൽ നിസ്കാരമല്ല, കുളി മര്യാദക്കില്ല, അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അവസാനം വൈകുന്നേരം ആകുമ്പോഴത്തേന് പെരേക്കെത്തും. അതാണ് മഹാഭൂരിപക്ഷം വരുന്ന സമുദായത്തിലെ അംഗങ്ങളുടെ മക്കളുടെ അവസ്ഥ. രണ്ടാമത്തത്, ഒരു ജയിലിനേക്കാൾ പീഡനാവസ്ഥ അനുഭവിക്കുന്ന വീടുകളുണ്ട്. കുട്ടിക്ക് അങ്ങോട്ടും ഇറങ്ങാൻ വയ്യ, ഇങ്ങോട്ടും ഇറങ്ങാൻ വയ്യ. വെക്കേഷനായിട്ട് പോലും കുട്ടിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത, ട്യൂഷൻ ക്ലാസ്സിന്റെ മേലെ ട്യൂഷൻ ക്ലാസ്സും പഠനത്തിന്റെ മേലെ പഠനവും, ബാക്കിയുള്ള സമയത്ത് പ്രായമായ വല്യപ്പിയും വല്യമ്മയും ഉമ്മയും ബാപ്പിയും എല്ലാവരും കൂടി നിയന്ത്രിച്ച് കൊല്ലണ മാറ്റൊരു അവസ്ഥയുണ്ടാവും. മൂന്നാമത്തത്, കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടെ രക്ഷിതാവ് ഒരു രീതി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് നമ്മൾ വളരെ തുച്ഛം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവരും അത്തരം കാര്യങ്ങളിൽ വൻ പരാജയമാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ഈ വെക്കേഷൻ കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നമ്മൾ പറയേണ്ടതാണ്, പക്ഷെ അതിലേറെ പ്രധാനമുള്ള ചില വിഷയങ്ങൾ വന്നതുകൊണ്ട് അതിങ്ങനെ മാറ്റി വെച്ച് ഇതുവരെ എത്തിയതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള്
ഏത് കാലത്തും മനസ്സിൽ ഉറപ്പിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു പോയിന്റാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, മക്കളെ നന്നാക്കുന്നതിലും നശിപ്പിക്കുന്നതിലും രക്ഷിതാക്കൾക്ക് കൃത്യമായ റോളുണ്ട്. മക്കളെ നന്നാക്കുന്നതിലും നശിപ്പിക്കുന്നതിലും ഒരാൾ മദ്യപാനിയായി, ഒരാൾ കൊലപാതകയായി, ഒരാൾ നിസ്കരിക്കാത്ത ആളായി, ഒരാൾ നിരീശ്വരവാദിയായി, ഇതിന്റെയൊക്കെ ചെറിയൊരു ഓഹരി ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ രക്ഷിതാവിന് ഉത്തരവാദിത്തമുണ്ട്. ഇത് സൈക്കോളജിസ്റ്റ് പറയുന്നതും മനഃശാസ്ത്രജ്ഞൻ പറയുന്നതും മാത്രമൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ ഫഅബവാഹു, പിന്നെ അവന്റെ മാതാപിതാക്കളാണ്, യുഹവ്വിദാനിഹി, അവനെ യഹൂദിയാക്കുന്നത്, ഔ യുനസ്റാനിഹി, അവൻ നസ്റാനി ക്രിസ്ത്യാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനിഹി, അവനെ അഗ്നി ആരാധകരായ മജൂസിയാക്കുന്നത്. അപ്പോ തൗഹീദുള്ള മുസ്ലിമായ മാതാപിതാക്കളുടെ കയ്യിൽ കിട്ടുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ആ തൊട്ടിലാട്ടുമ്പോഴുള്ള താരാട്ടുപാട്ട് തൊട്ട് അവനെ കണ്ടും കാണിച്ചും പഠിപ്പിച്ചും അവനെ ഇങ്ങനെ മുസ്ലിമാക്കുന്നു. ഒരാൾക്ക് ക്രിസ്ത്യൻ ദമ്പതികൾക്ക് ജനിച്ച ആളെ കുരിശു വരച്ച് കാണിച്ചവനെ ക്രിസ്ത്യാനിയാക്കുന്നു. അഗ്നിക്ക് മുന്നിൽ നിർത്തി കൈകൂപ്പി നിർത്തി അവനെ യഹൂദിയാക്കുന്നു. ഇതിലൊരു അസലുണ്ട്. ഒരു കുട്ടി രൂപപ്പെടുന്നിടത്ത് അവന്റെ സ്വഭാവം, പ്രകൃതം, രീതി ഒക്കെ നിശ്ചയിക്കുന്നിടത്ത് മാതാപിതാക്കൾക്ക് വലിയ റോളുണ്ട് എന്നൊരു കാര്യം, ഒരു തത്വം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പലപ്പോഴും ഈ നാശാക്കൽ എങ്ങനെയാണ്? പല രീതിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിലൂന്നിയിട്ടല്ല നമ്മുടെ ഇന്നത്തെ സംസാരം. പക്ഷേ ഞാനത് പറഞ്ഞു പോകാം. അതിലൊന്ന് ശാപപ്രാർത്ഥനകളാണ്. നമ്മളെ കുട്ടികൾ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അല്ലാഹുവേ എന്റെ മോനെ നശിപ്പിക്കണേന്നൊന്നും ഒരു വാപ്പി ഒരുമി പ്രാർത്ഥിക്കില്ല. പക്ഷേ കുട്ടികൾ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങൾക്കിടയിൽ മനസ്സും അടുത്തിട്ട് ചിലപ്പോൾ നന്നാവൂല നീ എന്നൊക്കെ പറഞ്ഞു പോകും അല്ലെ. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുത്ത് അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുല്ലാഹിന്റെ അടുത്ത് വന്ന ഒരാളെ കുറിച്ച് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് കോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? യഷ്കൂഹു ഉഖൂഖ ഇബ്നിഹി, മകന്റെ ദ്രോഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയുണ്ട്, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കൽ. ഇത് റബ്ബ് പൊറുക്കാത്ത പാപങ്ങളിൽ പഠിപ്പിച്ചതാണ്. പ്രത്യേകം കരഞ്ഞ് സുജൂദിൽ വീണ് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന വ്യക്തിക്ക് പുറത്തു കിട്ടൂല എന്നാണ്. ആ ദ്രോഹം വാക്കുകൊണ്ടുണ്ടാകും, ചിലപ്പോൾ മൗനായിരിക്കും. കാര്യമായിട്ട് വാപ്പിയമ്മയും ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിന്റെ പേരിൽ കാണിക്കുന്ന മൗനായിരിക്കും. ഒരാവശ്യം കാര്യമായിട്ട് പറയണം, അപ്പം അത് മൈൻഡ് ചെയ്യണേയില്ല. അത് മാതാപിതാക്കളെ ദ്രോഹിക്കലാണ് അല്ലെ. ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ ഒരു അവലോകനം നടത്തുക, അല്ലെങ്കിൽ ശാരീരികമായി ദ്രോഹിക്കുക, അല്ലെങ്കിൽ അവരോട് തട്ടിക്കയറുക, അവരെ കുത്തിപ്പറയുക. അപ്പൊ ഒരാൾ വന്നിട്ട് പരാതി പറയണേ, ഇങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ടായി, എന്താണ്, എന്റെ മകൻ എന്നെ വല്ലാതെ ദ്രോഹിക്കുന്നു. അപ്പൊ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹിന് കൊടുത്ത ഉത്തരം തരും, ഹൽ ദഅഉത അലൈഹി, നീ നിന്റെ മക്കൾക്കെതിരിൽ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നിന്റെ മക്കൾക്കെതിരിൽ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, അതെ, ഞാൻ ആലോചിച്ച് നോക്കുമ്പോ ഞാൻ എന്റെ ചില വാക്കുകളൊക്കെ അവർക്കെതിരെയുള്ള പ്രാർത്ഥന ആയിട്ടുണ്ട്. അപ്പൊ പറയാം, അൻത അഫ്സത്തഹു, നിന്റെ കുട്ടിനെ നശിപ്പിച്ചത് നീ തന്നെയാണ്. നീയായിട്ട് നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് നശിപ്പിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. അപ്പൊ കുട്ടികൾ, ചില ആളുകളൊക്കെ ഹൈപ്പർ ആയിരിക്കും. ഹൈപ്പർ ആകുന്ന അവസ്ഥയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പണിയാണ്. അപ്പൊ അവർക്കെതിരെ നമ്മൾ നടത്തുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അത് അവർക്കെതിരെയുള്ള പ്രാർത്ഥന, എന്തും ആകാം. അവസാനം എന്തും ആകാം. ഒരു കയറിൽ കെട്ടി തൂങ്ങി നാവിങ്ങനെ കടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരാളായിട്ട് മോനെ കാണേണ്ടി വരും, ചിലപ്പോൾ മോളെ കാണേണ്ടി വരും. ചിലപ്പോൾ അവരെടുത്ത് വിഷയമുണ്ട് എന്നുള്ളത് ശരിയാ, അവരെ ദ്രോഹിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാ. പക്ഷെ സുബറാക്കി അവർ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ നശിപ്പിക്കുന്ന രൂപങ്ങളാ പറയുന്നത്. 2, മക്കൾക്ക് നൽകേണ്ടുന്ന ചില സാമ്പത്തിക പിന്തുണകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചില അവിടെ പിശുക്കും, വസ്ത്രത്തൊടുക്കുന്നോടത്ത്. അപ്പൊ ഈ വാപ്പാനോടൊരു എതിർവികാരം ഉണ്ടാവും. മക്കളടുത്ത് ഈ വിഷയത്തിലൊക്കെയുള്ള അമിതത്വങ്ങൾ ഉണ്ടാകും. അതൊക്കെ എഡിറ്റ് ചെയ്യണം, അതിൽ യാതൊരു സംശയവും. എടുക്കുമ്പോ ബ്രാൻഡഡ് തന്നെ വേണം, ഫ്രണ്ട്സ് എടുത്ത് തന്നെ വേണം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് ചിട്ടപ്പെടുത്തി കുട്ടികളെ ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വാങ്ങണ വസ്ത്രത്തിൽ, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ശരീരത്തിന്റെ വടിവ് വ്യക്തമാകുന്ന വസ്ത്രം വാപ്പ് വാങ്ങി കൊടുക്കുമ്പോൾ ആ കുട്ടിനെ നശിപ്പിക്കുകയാണ്. കുട്ടി ന്യായം പറയും, ആ കുട്ടി പറയുന്ന ന്യായങ്ങളുടെ ഇസ്ലാം പരിശോധിക്കണം. നല്ല ജീൻസും ടീഷർട്ടും വസ്ത്രം മറിഞ്ഞാൽ പോരെ,
എന്റെ ശരീരം എവിടെയെങ്കിലും കാണുന്നുണ്ടോ, അവിടെ വേറൊരു മസലയും കൂടി ഉണ്ട്. പുരുഷൻ സ്ത്രീയുടേത് ധരിക്കരുത്, സ്ത്രീ പുരുഷന്റേത് ധരിക്കരുത്. അതുകൂടി അസലിലുള്ള മസലയാണ്. അപ്പൊ അങ്ങനത്തെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മറ്റൊരു കാര്യം, ചില മക്കൾക്ക് മാത്രം സ്നേഹം കൊടുക്കുക. വാപ്പയും അങ്ങനെ സ്നേഹം, എല്ലാവരോടും സ്നേഹം ഉണ്ടാവും, പക്ഷെ പ്രകടിപ്പിക്കുന്നിടത്ത് ചില വ്യത്യാസങ്ങൾ. ആകെയുള്ള ഒരു ആൺകുട്ടിയാണ്, ഭയങ്കരമായിട്ട് നമ്മൾ കൊഞ്ചും. അപ്പോഴായിരിക്കും ബാക്കി കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി ഉള്ളിലൊരു ചെറിയ വികാരം ഉണ്ടാവും. യൂസുഫ് അലൈഹി ഇസ്ലാമയെ കിണറ്റിൽ കൊണ്ടുപോയിടുന്ന സംഭവം എന്തിനാണ് ഇസ്ലാമിക ചരിത്രം ഉദ്ധരിച്ചത്? ഒരു കുഞ്ഞിനെ കൊണ്ടേ സഹോദരങ്ങൾ കിണറ്റിലിട്ട സംഭവം എന്തിനാണ് ഉദ്ധരിച്ചത്? അതിൽ നിന്ന് വാപ്പാക്കും ഉമ്മാക്കും കുടുംബക്കാർക്കും ഒരുപാട് പാടുണ്ട്. പ്രത്യേകമായ പരിഗണന മകന് കൊടുക്കുന്നു എന്ന തോന്നൽ മക്കൾക്ക് ഉണ്ടായതാണ് അതിന്റെ കാരണം. മനസ്സിലായില്ലേ? അപ്പൊ മക്കളോട് ചിലപ്പോ മാനസികമായ ചില, അവന് രോഗിയാണ്, അവനിങ്ങനെ സാഹചര്യം ഉണ്ട്, അവനാണ് ഈ വീടിന്റെ ലോഡ് മുഴുവൻ ഏറ്റുന്നത്, അല്ലെങ്കിൽ അവൾ ആകെ ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് ഇങ്ങനെ ചെറുപ്പത്തിൽ ഒരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ ആൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക, മതം പഠിപ്പിക്കാതിരിക്കുക, ദീന് പഠിപ്പിക്കൂല. വിദ്യാഭ്യാസ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയായിരിക്കും, ട്യൂഷന്റെ മേലെ ഉണ്ടാവും. പക്ഷേ ഈ കുട്ടിക്ക് അസ്ലിയായ ഒന്നും കൊടുക്കാതെ നിരായുധനായിട്ട് ഇവനെ ക്യാമ്പസിലേക്ക് വിടും. ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ ചിലപ്പോ പഠിക്കാൻ തന്നെ ഉള്ളൂല്ലോ ചില രക്ഷിതാക്കൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്ന്. ഒരിക്കലും ക്യാമ്പസ് അങ്ങനെ ആയതുകൊണ്ട് കുട്ടികളെ പഠിക്കാൻ വിടരുത് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് കുട്ടിക്ക് ചില സെക്യൂരിറ്റികൾ നമ്മൾ കൊടുക്കണം. ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നതിനാ, കാലിൽ മുറിവേൽക്കാതിരിക്കാനൊക്കെയാണ് അല്ലേ? ചില സുരക്ഷിതത്വങ്ങൾ സ്വീകരിക്കണമെന്തിനാ, വീടിന്റെ ഗേറ്റ് പൂട്ടണമെന്തിനാ, വാതിലടച്ച് കിടക്കണമെന്തിനാ, അതൊക്കെ ചില സുരക്ഷിതത്വങ്ങളാണ്. എന്ന് പറയുന്ന പോലെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊടുക്കേണ്ട ചില സുരക്ഷിതത്വങ്ങൾ. ധാരാളം ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. ഈ ക്യാമ്പുകളൊക്കെ അതിന് നോട്ടീസ് കണ്ടിട്ടുണ്ടാകുമോ? അതിലേക്കൊന്നും എത്തിക്കൂല. ജമാഅക്ക് അവൻ ഖുതുബക്ക് എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കൂല. ഖുർആൻ ക്ലാസ്സിന് പങ്കെടുപ്പിക്കൂല. മദ്രസയിൽ ശരിക്കും പഠിപ്പിക്കൂല അല്ലെ? അതൊക്കെ നാശത്തിന്റെ കാരണങ്ങളാണ്. പിന്നെ ചില ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവും. അവന്റെ ഫ്രണ്ടായിരിക്കും, ആ ഫ്രണ്ടിന് അവന്റെ വീട്ടിൽ മദ്യം കഴിക്കണ അച്ഛനുണ്ടാകും. അവനെ സംബന്ധിച്ചിടത്തോളം മദ്യത്തോടുള്ള ലൈൻ ഭയങ്കര നോർമലൈസ്ഡ് ആയിരിക്കും. അപ്പൊ ചില ഫ്രണ്ട്സ് അവന് ദോഷമാണെന്ന് തോന്നിയാൽ ആ ഫ്രണ്ട്സിൽ നിന്ന് അവനെ അകറ്റുക എന്നുള്ളത് മാതാപിതാക്കൾ കൊടുത്ത ഉത്തരവാദിത്തമാണ്. മക്കളെ ഇളകിയിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? മതം മാതാപിതാക്കൾക്ക് കൊടുത്ത ശരിയായ ഉത്തരവാദിത്തമാണ്. ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കുക. അവനെന്നും പോയിരിക്കണം ഓരം, ക്ലബ്ബ്, പാർട്ടി ഓഫീസ് അല്ലെ, വായനശാലയിൽ കയറണ്ടെന്നോ പാർട്ടി ഓഫീസിൽ പോകണ്ടെന്നല്ല, അവിടെ ഒന്നാമത് പോകണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ അവിടെ പോയിട്ട് അവൻ നശിക്കണ ആളാണെങ്കിൽ ഒന്നുകിൽ അവിടുന്ന് ആ നാശം ഒഴിവാക്കണം, അല്ലെങ്കിലോ അവൻ അങ്ങോട്ട് പോകാതിരിക്കണം. മനസ്സിലായില്ലേ? പിന്നെ വേറെ കാടൻ പെരുമാറ്റം, വെറും ചൂടായി മാത്രമേ സംസാരിക്കുള്ളൂ, സ്നേഹപൂർവ്വം ഒന്നും പറയില്ല. അത് കുട്ടികളെ നശിപ്പിക്കും. കണ്ടതിനൊക്കെ തല്ലുക, മുഖത്തൊക്കെ അടിക്കും അല്ലെ? മുഖത്തൊക്കെ അടിക്കും. ലോകത്തോട് റസൂൽ പറഞ്ഞാണ് മുഖത്ത് അടിക്കരുത്. റസൂലുള്ളാഹിന്റെ മാർഗനിർദ്ദേശം. ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി ബാപ്പാന്റെ അടുത്ത് അങ്ങനെ തല്ല് കിട്ടിയ കുട്ടിയോട് ഉണ്ടെങ്കിൽ ബാപ്പാക്ക് നല്ലോണം കിട്ടി, നന്നായി നല്ല വിചാരിക്കണ്ടേ? പിന്നെന്താ വിചാരിക്കണ്ടേ? മുഖത്തടിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയില്ലേ, അത് ഞാൻ തിരുത്തണം എന്നാണ് അവൻ ആലോചിക്കുന്നത് കേട്ടോ. ബാപ്പാരും മക്കളും ഒന്നിച്ചിരിക്കുന്ന സദസ്സിൽ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ചിന്താ വ്യതിയാനങ്ങളുണ്ട്. പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക. സ്നേഹം ഇഷ്ടം പോലെ ഉള്ളിലുണ്ടാകും, അത് പ്രകടിപ്പിക്കുക. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പിന്നെ പ്രകടിപ്പിക്കൂല. പിന്നെ ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് വളർത്തുക. നമ്മളെ അന്നം ഹറാമാണെങ്കിൽ കുട്ടി ആ ജാതി സ്വഭാവമൊക്കെ കാണിക്കും. ഹറാമായ ഭക്ഷണം ഉള്ളിലേക്ക് ചെന്ന ഹറാമായ ഭക്ഷണം കൊണ്ടുണ്ടായ ചോരയും നീരും അതിൽ നിന്നുള്ള പ്രതികരണം ഉണ്ടാവുള്ളൂ. ഓരോന്ന് വിശദീകരിക്കേണ്ടതാണ്, ഞാൻ വിശദീകരിക്കണില്ല, സമയത്തിന്റെ പരിമിതി ഉണ്ട്, മറ്റൊരു ഘട്ടത്തിലാകും. പിന്നെ അമിത ഭാരങ്ങൾ കൊടുക്കുക കുട്ടിക്ക്. വീട്ടുജോലി ഉണ്ടാവും, നമുക്ക് പാടത്ത് കുറച്ച് അടക്കുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പിന്നെ റബ്ബർ ഉണ്ടാവും. അവന്റെ ഒരു ശാരീരിക പ്രകൃതവും വയസ്സും പരിഗണിക്കാതെ അതിന്റെ പണിന്റെ മേലെ പണി കൊടുക്കണം, അതിന് സംശയമൊന്നും ചെയ്യിപ്പിക്കണം. പക്ഷെ അവനെപ്പോഴും ഫ്രീ ആകാൻ പറ്റണം. അപ്പൊ നിങ്ങളെ കുട്ടികളെ കാലം ഇങ്ങനെ ഒഴിഞ്ഞിരട്ടിക്കൊള്ളി, എനിക്ക് എപ്പോഴാണോ മടുക്കണം അപ്പോൾ പോണം. ഒരു വാപ്പിയും മോനൊക്കെ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു മർമ്മമാണ് ശരിക്കും. ഇവിടെ കാലം കൊണ്ടുവരണം, എന്റെ എനിക്ക് നല്ല തലവേദന ഉണ്ട്, തലയിൽ ഒന്ന് ഇതാക്കിക്കൊണ്ടിടാം, മുടിയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിടാം, അതൊക്കെ പറയണം. അപ്പോഴാണ് ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാകുക. പക്ഷെ അവനവിടെ കളിക്കാരൊക്കെ വന്നിട്ടുണ്ടാവും, കാല് കഴിയുമ്പോൾ ഫീൽ ചെയ്യില്ല. നിനക്ക് എപ്പോഴാണോ പോകണം തോന്നണം അപ്പൊ പനൂട്ടി പോകണം കേട്ടോ. അവിടെ അത് ഏത് പണി കൊടുക്കുമ്പോഴും അങ്ങനെയാണ്. ഒരു സാധനം കൊണ്ടുവന്നോ പെരയിൽ ഇങ്ങനെ എത്തുമ്പോഴാണ് അടുത്ത സാധനം അമ്മക്ക് ഓർമ്മ വന്നു, ഒന്ന് പോയി കൊണ്ടുവന്ന അപ്പോഴേ കാരണം ആരോഗ്യത്തിൽ നിന്ന് ഒന്ന് പോയി കൊണ്ടുവന്ന ഓനിങ്ങനെ പോകലും വരലും മാത്രമേ പണി ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ അവനിങ്ങനെ പണികളിലിട്ട് കറക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ സ്വരൊക്കെ ഉണ്ടാവും. അത് പലപ്പോഴും നാശത്തും ചില വസീയത്തുകളും സ്വത്തോഹരികളൊക്കെ ഇതിൽപ്പെട്ടതാണ്, നശിപ്പിക്കലാണ്. അപ്പോ ഒന്നാമത്തെ കാര്യം
നമ്മൾ നശിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മളെടുത്തുണ്ട്, നന്നാക്കാനുള്ളത് പോലെ എന്നുള്ളത് ഈ അവധിക്കാലത്ത് നമ്മൾ ഉൾക്കൊണ്ടാൽ മതി. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? രണ്ടാമത്തെ കാര്യം, അവധിക്കാലം എന്നുള്ളത് മാതൃകകൾക്ക് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാക്കണം. എന്താണ്? ഒരു വ്യക്തിയെ നന്നാക്കുന്നിടത്ത് ഏറ്റവും ശരിയായ വഴി മാതൃക കാണിക്കലാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. എന്താണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി പറയാണ്, പ്രവാചകൻ എന്തെങ്കിലും ഒന്ന് വിലക്കിയാൽ ആ വിലക്കിയതിലും ഏറ്റവും വിട്ടു നിൽക്കുന്നത് പ്രവാചകനായിരിക്കും. ഇന്നത് ചെയ്യരുത് എന്ന് സമൂഹത്തോട് പറഞ്ഞാൽ ഏറ്റവും വിട്ടു നിൽക്കുന്നത് പ്രവാചകനായിരിക്കും. വല്ലതും ജനങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ അത് ഏറ്റവും ആദ്യം ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും. ലിദാലിക അസറൽ ഖുലൂബ് ബി ലഹ്ലിഹി ഖബ്ല ലഫ്ലിഹി വഹാദൽ ജുൻദിയു മലിക് അമ്മാൻ യഷ്ഹദു ബിദാലിക്. അമ്മാൻ എന്ന രാഷ്ട്രത്തിന്റെ ഭരണാധികാരി അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയാണ്, യദഉ ഇലൽ ഇസ്ലാം, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ അത് ക്ഷണിക്കാൻ ചെന്ന സൈനികൻ പറയാണ്, ലാ യുമുറു ബിഖൈരിൻ ഇല്ലാ കാന അവ്വല ആഖിദിൻ ബിഹി, ആദ്യം കൽപ്പിക്കുന്ന കാര്യം സ്വീകരിക്കുന്ന ആളാണ്. വന്നഹു യഗ്ലിബു ഫലാ യുഗ്തിർ വയുഗ്ലബു ഫലാ യൽജർ. എന്താണ്? പ്രവാചകനെതിരെ ഒരു സൈന്യം വന്നാൽ അദ്ദേഹം ധൈര്യം കാണിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും പരാജയങ്ങൾ വന്നാൽ അദ്ദേഹത്തിന് ഒരിക്കലും മടുപ്പും ഉണ്ടാവുകയില്ല. വാക്കുകൾ പ്രവാചകൻ ശരിക്കും പാലിക്കും. പിന്നെ അതൊക്കെ കേട്ടപ്പോ അമ്മാൻ തന്നെ രാജ്യത്തിന്റെ ഭരണാധികാരി പറയാം, അശ്ഹദു അന്നഹു നബി, അദ്ദേഹം നബിയാണ് എന്ന് ഞാൻ ഇതാ പറയുന്നു. അപ്പോ ഒരു രാഷ്ട്ര തലവൻ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താ? പ്രവാചകന്റെ മാതൃകാ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ കുട്ടികളെ നന്നാക്കുന്നിടത്ത്, വ്യക്തികളെ മാറ്റുന്നിടത്ത് ഏറ്റവും ശരിയായ തത്വം എന്താണ്? നമ്മൾ ശരിയാകുക എന്നുള്ളതാണ്, മാതൃക കാണിക്കുക എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ നേരത്തെയും പഠിച്ചൊരു ഹദീസ് ഉണ്ട്. പ്രവാചകൻ ആദ്യമായി ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഉംറ യാത്രയിൽ വഴിയിൽ വെച്ച് ഹുദൈബിയ സന്ധിയിൽ കരാറുണ്ടായി. കരാർ പ്രകാരം, കരാറൊക്കെ പ്രത്യക്ഷത്തിൽ എതിരാണ്. ഞാനത് വിശദീകരിക്കണല്ലോ, നേരത്തെ നമ്മൾ പഠിച്ചതാണ്. പ്രത്യക്ഷത്തിൽ എല്ലാ കാര്യവും എതിരാണ്. അപ്പൊ പ്രവാചകൻ എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും ബലിമൃഗത്തെ അറുത്ത് മുടിയെടുത്ത് ഉംറയിൽ നിന്ന് വിരമിക്കണം. ഒരാളും അനങ്ങിയില്ല. ഒരാൾ പോലും അറുത്തില്ല, ഒരാൾ പോലും മുടിയെടുത്തില്ല. എന്താ ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വട്ടം ആവർത്തിച്ചു. ആരും അനങ്ങിയില്ല. നേരെ പ്രവാചകൻ ഭാര്യന്റെ അടുത്തേക്ക് വന്നു, വിഷമം പറഞ്ഞു. അപ്പൊ അവര് തിരിച്ചു പറഞ്ഞ എന്താ അറിയോ? ലാ തുകല്ലിമ അഹദൻ മിൻഹും കലിമതൻ ഹത്താ തൻഹറ ബുത്നക വതദഉ ഹാലിഖക ഫയഹ്ലിഖ. നബിയെ, ഇനി നിങ്ങൾ മുടിയെടുത്ത്, നിങ്ങളുടെ മുടിയെടുക്കുന്ന ആളെ വിളിച്ച് മുടിയെടുപ്പിച്ച് നിങ്ങളുടെ ഒട്ടകത്തെ അറുക്കുന്നത് വരെ ഈ കാര്യങ്ങൾ പറയരുത്. നിങ്ങളത് ചെയ്തു നോക്ക്. എല്ലാരും ചെയ്യും. പ്രവാചകൻ നേരെ തന്റെ ഒട്ടകത്തെ എടുത്തു, അറുത്തു. മുടിയെടുക്കുന്ന ആളോട് വന്ന് മുടിയെടുക്കാൻ പറഞ്ഞു. അതാ 100 കണക്കിന് ആളുകൾ ഒന്നിച്ചു. പറയൽ കൊണ്ട് ഉണ്ടാകാത്ത സ്വാധീനം പ്രവർത്തനം കൊണ്ട് അവിടെ ഉണ്ടായി. ഞാൻ പറയുന്നത്, ഈ വേനൽക്കാലത്ത്, ഈ അവധിക്കാലത്ത് ഈ 2 ഹദീസും മനസ്സിൽ വെച്ചിട്ട് നമ്മൾ നോക്കണം. മനസ്സിൽ വെച്ചിട്ട് നോക്കണം. എന്താ നോക്കേണ്ടത്? നമ്മുടെ മക്കളെ ശരിയാവിധം അവർക്ക് മാതൃകയായി കാണിച്ചു. നിസ്കാരം അവർക്ക് തീരെ ചിട്ടല്ല എന്നല്ലേ നമ്മുടെ പരാതി. നമ്മൾ അവരെയും കൊണ്ട് പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കും. നമ്മളെ ഒരു റമദാനോട് കൂടെ സൊഫ് കയറിയ കുറെ ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാ, ഇപ്പോഴും സൊഫിലുണ്ട്. അവര് ഇപ്പോഴും സൊഫിലുണ്ട്. അത് തുടരണം. അതിലേക്ക് നമ്മളെ മക്കളെയും കൂടി കൂട്ടണം. അതിലേക്ക് പലരും എത്തിയിട്ടില്ലപ്പോൾ. അവർക്ക് അവരുടേതായ ന്യായം ഉണ്ടാവും. നിങ്ങൾ പറയണ ഒരു ന്യായം പരലോകത്ത് പടച്ചോന്റെ അടുത്ത് പടച്ചോന്റെ കോടതി പറയാൻ പറ്റിയതല്ല. നിങ്ങളുടെ കുട്ടി ഗൾഫിലാണ്, വിളിക്കുമ്പോ എല്ലാ വിശേഷവും ചോദിക്കും. പനിയുണ്ട്, ജലദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബേജാറാവും. എന്താടാ എങ്ങനെയാന്ന് ചോദിക്കും. മനസ്സിൽ നിസ്കരിക്കല്ലേ? നേരത്തെ ചോദിക്കണം നമ്മൾ. അത് ചോദിച്ചില്ലെങ്കിൽ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും. നിങ്ങളെ മോനെ കല്യാണം കഴിച്ച ആളാണെങ്കിലും, കുട്ടികളുള്ള ആളാണെങ്കിലും, പേരക്കുട്ടിയുള്ള ആളാണെങ്കിലും. റമളാൻ മാസത്തിൽ ഖുതുബിൽ അതിന്റെ മസല നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയെയും അലി റളിയല്ലാഹുവിനെയൊക്കെ രാത്രി നിസ്കാരത്തിന്, ഫർദ് നിസ്കാരത്തിന് കൂടിയല്ല, സുന്നത്തായ രാത്രി നിസ്കാരത്തിന് തട്ടി വിളിച്ച സംഭവത്തിൽ നമുക്കുള്ള പാഠതാണ് അല്ലെ. പള്ളിയിൽ വരാതെ കടന്നുറങ്ങണ മക്കളുണ്ട്, ഇവിടെ ഇരിക്കണ കൂട്ടത്തിലുണ്ട് അല്ലേ.
പള്ളിയിൽ വരാതെ കടന്നുറങ്ങണ മക്കള് ഓര് എന്ത് ന്യായം പറഞ്ഞാലും പാരലോകല്ല. ഓര് എന്തൊക്കെ കുത്തി പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, എന്തൊക്കെ കുത്തി പറഞ്ഞിട്ടും എന്തൊക്കെ നന്മയിൽ ഇടപെട്ടിട്ടും. ഞാൻ പറയണത് ഒരു കുട്ടിക്ക് തോന്നുകയാണ് ഓനെ കുറിച്ച് തന്നെ പറയണ്ടേ, എന്താ സംശയം? അതിനുള്ളതാ മെമ്പർ. മനസ്സിലായില്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ തിരുത്തണം. നമ്മൾ അവരെ ഓരോന്നിലും ഭക്ഷണം കഴിക്കുന്നിടത്ത് ഭക്ഷണ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയ സമയം. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കുട്ടികളെ നമുക്ക് ഈ അവധിക്കാലത്തൊക്കെ തന്നെ കിട്ടുള്ളൂ. ബാക്കി രാവിലെ ഓരോ എണീക്കുന്നു, ഒരുങ്ങുന്നു, ആ ഒരുക്കത്തിനിടയിൽ നമുക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടികളെ തലയൊന്ന് ശരിക്കും കഴുകി കൊടുക്കാൻ പോലും ഉമ്മാർക്ക് പറ്റില്ല, അത്ര തിരക്കേക്കാണ്. വന്നാൽ പിന്നെ ഓരോ കളിക്ക് പോയി, പിന്നെ പഠനത്തിക്ക് പോയി, നമുക്ക് ഓരോ കിട്ടണില്ല. കിട്ടണ പ്രായം കുറച്ചുകൂടി പ്രായമായാലോ ഓരോ ഹോസ്റ്റലിൽ പോയി താമസിക്കണേ, ഓരോരോ പഠനത്തിന്റെ ലോകത്താണ്. അപ്പൊ ഈ ഒരു പ്രായത്തിലും സമയത്തിലും കൂടെ കിട്ടുമ്പോൾ ഭക്ഷണ മര്യാദകളൊക്കെ പഠിപ്പിക്കണം. മാതൃകയാകുക എന്ന് പറഞ്ഞാൽ അതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി എല്ലാം പറയണം. ഒരു വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിയിലെ ദിക്റ് എങ്ങനെ പഠിക്കേണ്ടത്? വാപ്പ അങ്ങനെ ചൊല്ലി കൊടുക്കണം അല്ലേ? അല്ലാഹുമ്മ ഇന്ന, അപ്പൊ മക്കളും ഭാര്യ എല്ലാവരും അല്ലാഹുമ്മ ഇന്ന നസ്അലുക ഫീ സഫരിനാ ഹാദാ, അങ്ങനെ ചൊല്ലി വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഈ ദിക്ർ പഠിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്തു പോയിരുന്ന്, അപ്പൊ അതിനൊക്കെ കുറച്ചൊരു പണിയുണ്ട്. അങ്ങനെയൊക്കെ പണിയെടുത്താൽ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഓതി വെച്ച ഖുർആൻ വചനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. യഥാർത്ഥ നഷ്ടക്കാരാരാ? മാർച്ച് മാസത്തില് ഷോർട്ടേജ് വരുന്ന കച്ചവടത്തിൽ ബിസിനസ്സിൽ കുറവ് വന്ന ആൾക്കാരാ? അല്ല. യഥാർത്ഥ നഷ്ടക്കാരെന്ന് പറയുന്നത് സ്വന്തത്തെയും അഹലിനെയും നാളെ പരലോകത്ത് നഷ്ടപ്പെടുന്നവരാണ്. സ്വന്തത്തെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ സ്വന്തത്തെ കിട്ടി സ്വർഗത്തിൽ പോയി, പക്ഷെ അഹല് നരകത്തിലായി, മക്കള് ഭാര്യ കുടുംബമൊക്കെ നരകത്തിലായി. അതാണ് ഏറ്റവും വലിയ നഷ്ടം കേട്ടോ. അത് വ്യക്തമായ നഷ്ടമാണ്. ബാക്കിയൊക്കെ തീരും സഹോദരന്മാരെ. മക്കള് ഭാര്യ കുടുംബം എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ണടക്കുന്നതോടുകൂടി അവസാനിച്ചു. പക്ഷെ ഒരിക്കലും അവസാനിക്കാത്തൊരു ലോകത്തേക്ക് വേണ്ടി അവരൊരിക്കലും തയ്യാറാക്കിയില്ല എന്നുള്ളത് വലിയൊരു നഷ്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് എന്താണ്? ഇത് മാതൃകകൾ കാണിക്കാൻ പറ്റിയൊരു സമയമാണ്. അടിസ്ഥാന കാര്യങ്ങളും അല്ലാത്തതിലൊക്കെ അവർക്കിടയിൽ വെക്കാനുണ്ടാവും മക്കൾക്കിടയിൽ. അപ്പൊ അവർ രണ്ടാളി കൂട്ടിയിരുത്തിയിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട സമയം. അങ്ങനെ വ്യത്യസ്തമായ നിലക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഘട്ടമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ പറയുക? പെരുമാറ്റത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഈ ഒരു കാലത്ത് കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ട് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തിന് അടിയും ബഹളമൊക്കെ ആയിരിക്കും പലപ്പോഴും ഉണ്ടാകും. നമുക്ക് സ്നേഹം ഉണ്ടെന്നുള്ളത് യാതൊരു തർക്കമല്ല. പക്ഷേ ആ സ്നേഹം നൽകി വളർത്തുന്നിടത്ത് പല പ്രശ്നങ്ങളും വരും. ഒന്ന് പെരുമാറ്റ പ്രശ്നങ്ങൾ വരും. ക്രൂരമായി പെരുമാറും, ക്രൂരമായ വാചകം പറയും. കുട്ടികളെ ഇതൊക്കെ ചെയ്യാനുള്ള കുറെ പണി മക്കൾ ചെയ്തിട്ടുണ്ട്. ബുദ്ധിയും പ്രായമൊക്കെയുള്ള മക്കളോട് പറയണേ, മാതാപിതാക്കൾ ദേഷ്യപ്പെടേണ്ടുന്നൊരു സാഹചര്യം വന്നാൽ മാതാപിതാക്കളുടെ ദേശത്തിലാണ് അള്ളാഹുവിന്റെ ദേശം എന്നാണ്. മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ് അള്ളാഹുവിന്റെ ഇഷ്ടം. അത് മക്കൾ ആലോചിക്കണം. അവരോട് ഇരിക്കുന്ന ചെറിയ കുട്ടികളോടൊക്കെ ആലോചിക്കണം. നമ്മള് ഇന്ന് നേരം വെളുത്തിട്ട് എത്ര സമയം അവരെ വിഷമിപ്പിച്ചു എന്ന് ആലോചിച്ചാൽ മതി. പലപ്പോഴും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ ഊരക്ക് വേദന, കഴുത്ത് വേദന, അങ്ങനെ പല പല ബുദ്ധിമുട്ടും ഉണ്ടാകും. പിന്നെ ഉമ്മാന്റെ പെരിയിലുള്ള പ്രശ്നങ്ങൾ, വീട്ടിലെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ വാപ്പയായിട്ട് തന്നെ നിലനിൽക്കുന്ന ഇക്കൊള്ളുന്നില്ല. തിരിച്ചു വാപ്പാക്ക് ജോലിയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഇടയിൽ മക്കൾ ആ ഭാഗം ഉൾക്കൊള്ളണം. എന്നാൽ രക്ഷിതാക്കൾ എന്താ ചെയ്യേണ്ടത്? ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ വയർദാഹു വയുഈനു അലൈഹി മാ ലാ യുഈനു അലാ അൽ-ഉനുഫ്. അല്ലാഹു കാരുണ്യത്തിനാണ്, സഹാനുഭൂതിക്കാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. സഹാനുഭൂതിയോട് കൂടെ ഒരു കാര്യം നേരാക്കി എടുക്കാൻ നടക്കുമ്പോൾ, ശ്രമിക്കുമ്പോൾ കിട്ടുന്ന സഹായം ദേഷ്യപ്പെട്ടും ബഹളം ഉണ്ടാക്കിയും ഒരു കാര്യം ശരിയാക്കാൻ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് കിട്ടൂല എന്നാണ്. മനസ്സിലായില്ല? ദേഷ്യപ്പെട്ട് ബഹളം വെച്ച് ഒരു കാര്യം ശരിയാക്കി എടുക്കാൻ വേണ്ടി ഒരാൾ നോക്കുമ്പോൾ കിട്ടുന്ന അള്ളാഹുവിന്റെ അടുത്ത് സഹായം കിട്ടൂല. എന്നാലോ ഒരാൾ സഹാനുഭൂതിയോടുകൂടി ഒരു വിഷയത്തെ ശരിയാക്കി എടുക്കാൻ നോക്കുമ്പോൾ ആ സഹായം കിട്ടുകയും ചെയ്യും എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയോട് പറയുന്നത്, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ. അള്ളാഹുവിന് സഹാനുഭൂതി വലിയ ഇഷ്ടമാണ്. ക്രോധത്തോടെ, ദേഷ്യത്തോടെ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ഉള്ള പോലെ അല്ല, സഹാനുഭൂതിയോടുകൂടെ ഇടപെടുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേക സഹായങ്ങൾ ഉണ്ടാകുമെന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെടുകയാണ്. മാത്രമല്ല നമുക്ക് കാണാൻ കഴിയും അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു കുട്ടിനെ എടുത്ത് ഇങ്ങനെ ഉമ്മ വെക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യണ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, കൈഫ തുഖബ്ബൽ യാ അമീറുൽ മുഅ്മിനീൻ,
അൽ അത്ഫാൽ വഹാദ യജറൂഹും അലൈക. എന്താണ് നിങ്ങൾ എങ്ങനെയാ കുട്ടിനെ എങ്ങനെ ഇത്ര എടുത്ത് സ്നേഹത്തോടെ പെരുമാറുക? ഇങ്ങനെ എടുത്ത് എങ്ങനെ പെരുമാറുക? അവൻ നിങ്ങളോടൊരു എന്താ പറയാ, നിങ്ങളെ കുറിച്ചൊരു പേടിയും ഒരു ധൈര്യമൊക്കെ ഒന്ന് പറയും. നമ്മൾ സാധാരണ പറയണം കുട്ടികളെ കൊഞ്ചിച്ച് കേടെടുത്തരുതെയാണ്. ചില ആൾക്കാരുണ്ടാക്കുന്ന ഒരു അസലാണ്. എന്നിട്ട് ഒരു ചെറിയ സ്നേഹം പോലും കൊടുക്കൂല, കൊഞ്ചിച്ച് കേടെടുത്താറൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടിക്ക് 2 വയസ്സായി 3 വയസ്സായി അപ്പോഴൊക്കെ അങ്ങനെ വാരി കൊടുക്കുക. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് വാരി കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ വാരി കൊടുത്താലേ കുട്ടി കഴിക്കുള്ളൂ, നമ്മളുണ്ടെങ്കിലേ നിൽക്കുള്ളൂ. അങ്ങനത്തെ ഒരു അതൊക്കെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരണ്ടാണ്. ആ കൊഞ്ചിക്കൽ പ്രശ്നം തന്നെയാണ്. എന്നാലോ കുട്ടിക്ക് സ്നേഹം കൊടുക്കണതിനൊക്കെ പറ്റി പറയാം. അടി കൊടുത്തിട്ടില്ലെങ്കിലൊക്കെ പറയും, നിരന്തരം അടി കൊടുത്തിട്ടില്ലെങ്കിൽ പറയും കൊഞ്ചിക്കൽ കൂടുതലാണ്. ഇതേ കാര്യമാണ് ആര് ചോദിച്ചത്? അമീറുൽ മോമിനോട് ഈ മനുഷ്യൻ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തറിയും? ഇയാൾ വന്നെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അമീറുൽ മോമിനെ ആളുകളെ റിക്രൂട്ട് ചെയ്യാണ്, ഇസ്ലാമിക രാജ്യത്തിലെ വിവിധ വകുപ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്യാണ്. അപ്പൊ കരാറൊക്കെ എഴുതിയതിന്റെ ശേഷം ഇയാളെ കരാറ് ഒപ്പിട്ടതിന്റെ ശേഷം ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് അമീറുൽ മോമിനും ഈ കുട്ടിയെ ചുംബിക്കണ കണ്ടത്. തമാശ പറയണത് കുശലാന്വേഷണം നടത്തണമൊക്കെ കണ്ട. അപ്പോഴായി ചോദ്യം. ഉടനെ അദ്ദേഹം എന്താ ചെയ്തത് കേട്ടോളി. അദ്ദേഹം ചെയ്തത് കരാറ് വലിച്ചു കീറി, ജോലിയിൽ അപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇന്നക്കലം തർഹം ഔലാദൻ ലാ തർഹം ഗൈറഹു. നീ നിന്റെ കുട്ടികളോട് തന്നെ കാരുണ്യം കാണിക്കണില്ലെങ്കിൽ പിന്നെ നാട്ടുകാരോട് നീ കാരുണ്യം കാണിക്കും, നല്ലവർക്ക് പെരുമാറും. അപ്പൊ തന്നെ ജോലി പിരിച്ചു വിട്ടു എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ ചുംബിക്കുന്നുണ്ടപ്പോ ആ ഹദീസ് നമുക്കറിയാം. നബിയെങ്കിൽ കുട്ടികളൊക്കെ ചുംബിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം എടുത്തൊഴിവാക്കിയതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് റസൂലുള്ളാഹിന്റെ ചോദ്യം. ചുംബനം വളരെ പ്രധാനമാണ്. മക്കളെ ഏത് പ്രായക്കാരാണെങ്കിലും അവരെ അടുത്തിരുത്തലും ചുംബിക്കലും ഒക്കെ വളരെ പ്രധാനമാണ്. അങ്ങനെ അതിനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സമയമാണിത്. അത് നമ്മൾ പരിഗണിക്കണം. മറ്റൊന്ന് ശാപവാക്കുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. ശാപവാക്കുകൾ വളരെ മോശമായിട്ട് നന്നാവൂല, അങ്ങനെ ആവൂല, അങ്ങനെ ആവൂല, അങ്ങനെ പറയും. എന്താണ് ലഅനുൽ മുഅ്മിൻ കഖത്ലിഹി, മുഅ്മിനിനെ കൊല്ലടിയുടെ തുല്യാണ് അവനെ ശപിക്കൽ എന്നാണ്. മുഅ്മിനിനെ കൊല്ലടിയുടെ തുല്യാണ് അവനെ ശപിക്കൽ. മാത്രമല്ല ലൈസൽ മുഅ്മിൻ ബിത്തആൻ വല്ലആൻ വലൽ ഫാഹിഷ്, മുഅ്മിൻ ഒരിക്കലും ചീത്ത പ്രവൃത്തി ചെയ്യുന്ന ആളല്ല, അവൻ കുത്തി പറയുന്ന ആളല്ല, അവൻ ശപിച്ചു പറയുന്ന ആളല്ല. മുഅ്മിൻ എന്നുള്ള വിശേഷണത്തിന്റെ കൂടെ ചേർക്കാൻ പറ്റാത്തതാണ് ഇത് എന്നാണ്. മാത്രമല്ല ഈ ശപിക്കണ സ്വഭാവമുള്ള ആളുകൾ നാളെ പരലോകത്തൊരിക്കലും ശുപാർശകരാവൂല. പല പല ശുപാർശയുടെ സാധ്യതകളുണ്ട് അല്ലെ? പരലോകത്ത് ചെയ്യുന്ന ചില ശുപാർശക്ക് അർഹമാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ടെങ്കിലും കിട്ടുകയില്ല എന്നാണ്. മാത്രമല്ല നോക്കൂ, നിങ്ങൾ ഒരു യഹൂദിയോട് പോലും പ്രവാചകൻ എടുക്കുന്ന സ്റ്റെപ്പ്, യഹൂദികൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു അസ്സാമു അലൈക്കും. വളരെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ സലാം കേൾപ്പായി പോണ രൂപമാണ് അസ്സാമു അലൈക്കും എന്നാണ്. എന്താ അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ നശിപ്പിക്കട്ടെ എന്നാണ്. അസ്സലാമു അലൈക്കും എന്നാണ് ഉച്ചാരണം ശരിയല്ലാത്ത രീതി പോയ പ്രശ്നം. അപ്പൊ അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഒറ്റ കാര്യം പറഞ്ഞു, അലൈക്കും എന്ന് മാത്രം പറഞ്ഞു. ആയിഷ ബീവിക്ക് ഉണ്ടായിരുന്നു. ആയിഷ ബീവി എണീറ്റിട്ട് ആയിഷ ബീവി പറഞ്ഞു എന്താണ്, വളരെ കണിശമായ വളരെ പരുഷമായ ഭാഷയിൽ അവർ പറഞ്ഞു പറഞ്ഞാ അങ്ങനെ പറഞ്ഞ വാക്കൊന്നും പറയണില്ല. ആയിഷ ബീവി പറഞ്ഞതാണെങ്കിലും പറയണില്ല, ആജാതി വാക്ക് കൂടെ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അതിന് കൊടുത്ത ഉത്തരം എന്താ അറിയും? അതിന് കൊടുത്ത ഉത്തരം മഹ്ലനി ആയിഷ, അല്ലേ? അവർ പറഞ്ഞു അതിൽ ഒരു റിപ്പോർട്ടിലുള്ളത് ഞാൻ വായിക്കാം, ഒരു റിപ്പോർട്ടിലുള്ളത് വായിക്കില്ല. അസ്സലാമു അലൈക്കും വലഅനകുമുല്ലാഹു വഗദിബ അലൈക്കും. നിങ്ങളെ പടച്ചോൻ ക്ഷമിക്കട്ടെ, നിങ്ങളെ നശിക്കട്ടെ യഹൂദികളെ എന്നാരും പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു. ആയിഷ ബീവിക്ക് ഈ സലാമിലെ ടിസ്റ്റ് മനസ്സിലായി. നശിക്കട്ടെ എന്നല്ല പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു? മഹ്ലനി ആയിഷ, ക്ഷമിക്ക, എന്തത് ക്ഷമിക്ക്. അപ്പോ പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ അവരോട് പറഞ്ഞു അലൈക ബിർരിഫ്ഖി, നീ കുറച്ചൊരു കാരുണ്യം കാണിക്കും, നീ കുറച്ചൊരു നൈർമല്യം കാണിക്കും, സഹാനുഭൂതി കാണിക്കും. നീ ദേഷ്യം പിടിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോ ഐശ്വര്യ ചോദിച്ചു അവരം തസ്മ കാലു, അവർ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ നബി? അവർ നിങ്ങളോട് എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു വെച്ചു അവലം തസ്മ ഖുൽതു, ഞാൻ പറഞ്ഞു നീ കേട്ടില്ലേ? എന്താ എന്നോട് പറഞ്ഞത്? അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞു അലൈക്കും, നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ എന്നല്ലേ ഞാൻ മറുപടി കൊടുത്ത്. മറുപടി കൊടുക്കാനുള്ള ഞാൻ കൊടുത്തില്ലേ? മറുപടി കൊടുക്കാനുള്ള കൊടുത്താൽ മതി. ഒക്കെ കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, നിരത്തണ്ട, അതിന്റെ ആവശ്യമല്ല അല്ലേ? അവരെനിക്കെതിരെ നടത്തിയ പ്രാർത്ഥന ഒരിക്കലും സ്വീകരിക്കും, ഞാൻ അവർക്കെതിരെ നടത്തിയ സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ എന്തിനാ നീ വിഷമിക്കണേ? എന്തിനാ ഞാൻ പറഞ്ഞത്? കുട്ടികൾ തട്ടുത്തരം പറയും.
കുട്ടികൾ മോശമായ പ്രയോഗങ്ങൾ പറയും, അതിനെ അതേ ഭാഷയിൽ നേരിടല്ല വേണം. ഒരു യഹൂദന്റെ കാര്യത്തിൽ പോലും, ഇസ്ലാമിന്റെ പ്രഖ്യാപിത ശത്രു യഹൂദിയുടെ കാര്യത്തിൽ പോലും പ്രവാചകൻ കാണിച്ച രീതിയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കൈകാര്യം ചെയ്യുന്നിടത്ത് പ്രശ്നങ്ങൾ വരിക? ഇനി വികൃതികൾ ഉണ്ടാകും. വികൃതി എന്ന് പറഞ്ഞാൽ ഈ ADHD ഒക്കെ പ്രശ്നമാണ്. ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. ശരിയായ പാരന്റിങ് പഠിക്കുന്ന ആളുകൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളെയും പഠിച്ചു വെക്കണം. അപ്പോഴാണ് നമ്മൾ കുട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാകും, അല്ലേ? സ്കൂളിൽ നിന്നൊക്കെ വികൃതിന്റെ പരാതി കണ്ടിന്യൂസ് ആയിട്ട് വന്ന ടീച്ചേഴ്സിനൊക്കെ പറയാൻ ചില ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. ഈ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ മാഷങ്ങൾ പറയണത്? അപ്പൊ ഡോക്ടറെ കാണിക്കാൻ ആകെ കിലിങ്ങിന്റെ ശേഷം ചെയ്യുന്ന പണിയാന്ന് ചില ആൾക്കാർ വിചാരിച്ചത്. കുട്ടികൾക്ക് അവരുടെ പ്രായത്തിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളുണ്ട്, അതിന് ചില മെഡിക്കേഷനുകളുണ്ട്, അവരെ കൈകാര്യം ചെയ്യേണ്ട ചില പ്രത്യേക രീതികളുണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടി വളരെ സ്മൂത്ത് ആവും. നമുക്ക് ആകെ ഒറ്റ വഴി അറിയുള്ളൂ, ഒന്ന് ഇവിടുന്ന് വരുന്നൊരു ഒച്ചി, രണ്ട് ഇവിടുന്ന് കൈമെന്ന് വരുന്നൊരു ഒച്ചി, അത് മാത്രമേ അറിയുള്ളൂ. അത് കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങളായി പഠിച്ച് ഒക്കെ അതിനെ സമീപിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, ഞാനിവിടെ പലപ്പോഴും പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഒരു അറാബി വന്ന പള്ളിയിൽ മൂത്രയിക്കണം. അപ്പൊ ആളുകൾ ഫസാഹന്നാസ്, ജനങ്ങൾ ഒച്ചുണ്ടാക്കി പറഞ്ഞു അവന്റെ മൂത്രങ്ങൾ മുറിക്കലിന്ന്, മൂത്രയിക്കട്ടോ. പള്ളിയിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് മൂത്രയിച്ചപ്പോഴേ നിങ്ങൾ അവനെ ഒഴിവാക്കുന്നത്. എന്നിട്ട് റസൂൽ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് പള്ളിയിൽ മൂത്രയിക്കേണ്ട സ്ഥലമല്ലല്ലോ, ദിക്റുദൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അവസാനം അയാൾ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അയാൾ സ്വർഗ്ഗത്തിലാണ്. കാരണം സഫിൽ നിന്ന് അയാൾ തൗബ ചെയ്തു. മാത്രല്ല, ഇത് കേട്ടോളൂ നിങ്ങൾ, അമറ റജുലൻ മിനൽ ഖൗമി ഫജാഅ ബിദൽവിൻ മിൻ മാഇൻ ഫശന്നഹു അലൈഹി. നീ ഒഴിച്ച മൂത്രത്തിൽ നീ എന്നെ വെള്ളം ഒഴിക്കുന്നല്ല പറഞ്ഞത്. ഒരാളെ വിളിച്ചു വിടുവാന്ന്, നീ പോയിട്ട് അയാൾ മൂത്രം ഒഴിച്ചെടുത്ത് വെള്ളം ഒഴിക്കുക, ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു, അല്ലേ? അയാളെ ട്രീറ്റ് ചെയ്ത രീതിയാണ്. ഇതിൽ ഒരുപാട് പാടുണ്ട്, ഒരുപാട് പാടുണ്ട്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഒരുപാട് പാടുണ്ട്. വീട്ടിലെ കുട്ടികൾ വലിച്ചു പൊടിക്കണത് അടിച്ചു പൊട്ടിക്കണോ ഒക്കെ എടുത്ത് ചാക്കിലാക്കിയിട്ട് അട്ടത്ത് കിട്ടളയും. കുട്ടികളോട് തല്ലുകൊടുന്ന നേരമല്ല. അവരെ കളിപ്പാട്ട അവർക്കുള്ളതാണ്, വിട്ടുകൊടുക്കും. അവന്റെ കാർ അവൻ്റെതാണ്, അതിന്റെ RC ഓണർ നമ്മളാണ്. അവൻ പൊട്ടിച്ചോട്ടെ. പൊട്ടിക്കാൻ പറ്റുന്നത് വാങ്ങിക്കൊടുത്താൽ മതി. ആദ്യമേ ഭയങ്കര പൈസയുടെ ഒക്കെ കൂടെ വാങ്ങിക്കൊടിച്ച് ശീലാക്കണ്ടേ. അപ്പൊ ഇഷ്ടം പോലെ കളിപ്പാട്ടം ഉണ്ടാവും. ഒരു കളിപ്പാട്ടം ഉപയോഗിച്ച് മടുത്തവൻ അവിടെ ഇവിടെ എടുത്തുകൊണ്ട് പാത്തെടുക്കുക, പഴയത് എടുത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പുതിയതേക്കണം. മനസ്സിലായില്ലേ? അത്തരം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകണം. നാലാമത്തെ കാര്യം, നമുക്കൊരു പ്ലാന് വേണം എന്നുള്ളതാണ്. പ്ലാന് വേണം, അല്ലേ? എന്താ പ്ലാന്? എപ്പോ ഉണരും? ഒരു ഇസ്ലാമിൽ ഓരോന്നിനും പ്ലാൻ ഉണ്ടല്ലോ. അപ്പൊ നിസ്കാരത്തിന് കൃത്യമായ പ്ലാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന സമയത്തിന്റെ ഇടയിൽ നിർവഹിക്കേണ്ടത് പ്ലാനില്ല. ആ പ്ലാൻ നടപ്പിലാക്കാൻ നമുക്ക് റിമൈൻഡർ ഉണ്ട്, അതാണ് ബാങ്ക്. അതിനുള്ള പ്രേരണകളുണ്ട്, അതാണ് അതിന്റെ പുണ്യങ്ങൾ. ഇതൊക്കെ ഇസ്ലാം എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവൻ എപ്പോ ഉണരണം, എന്ത് ചെയ്യണം, എപ്പോ കുളിക്കണം. മറ്റേ കുളി ഉണ്ടാവില്ല. അപ്പൊ ഒരു 11:30 12 ഇടയിൽ കുളി കഴിയണം എന്ന് നമുക്ക് നിർബന്ധപൂർവ്വം പറയാൻ പറ്റണം. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ചെയ്തൊരു സാധനം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ചങ്ങാതിക്കൂട്ടം എന്നുള്ള പേരിലൊരു ഗ്രൂപ്പ് അതിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ചങ്ങാതിക്കൂട്ടം എന്നുള്ള ഗ്രൂപ്പ് പാരന്റ്സിന് ഇത്തരം വിഷയങ്ങളുള്ള ഗൈഡൻസ് ആണ്. ഞാൻ ജുമാക്ക് ശേഷം നമ്മുടെ പള്ളിന്റെ ഗ്രൂപ്പിലിടാം. നിങ്ങളുടെ കുടുംബത്തിലും ബന്ധത്തിലും ഒക്കെ ഉള്ളവർക്ക് അത് അയച്ചു കൊടുക്കുക. ഓരോ ജോയിൻ ചെയ്തോട്ടെ. അതിൽ ഓരോ ആക്ടിവിറ്റികൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പ്ലാനിങ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു ഇതിനു വേണ്ടി, കുട്ടിയൊക്കെ ടിക്കറ്റാണ്. അപ്പൊ നമ്മളെ വീട്ടിലെ നടക്കുന്നുണ്ട്. അപ്പൊ ആ സാധനം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പൊ കുറെ രക്ഷിതാക്കളൊക്കെ അത് അതേപോലെ ഫോളോ ചെയ്ത് അതിന്റെ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ അയച്ചിടലുണ്ട്. എന്താ, കുട്ടി രാവിലെ ഉണർന്ന സമയം അവിടെ എഴുതിച്ചു, പിന്നെ സുബൈ നിസ്കരിച്ചു, സുബൈന്റെ സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ കളിക്ക് 2-3-4 സ്ഥലം കൊടുക്കണം. അവസാനം വെക്കേഷനായിട്ട് കളിക്കാൻ നേരം കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. ഉള്ളിൽ കളിക്കുന്ന സമയം വേണം, പുറത്ത് കളിക്കുന്ന സമയം വേണം. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ആജാതി വെയിലാണ്. ഇപ്പൊ വെയിലാണ്, പുറത്തേക്ക് ഇറങ്ങണ്ടാരും വേറൊന്നും കളിക്കാൻ സമയമില്ല. വീട്ടിന്റെ ഉള്ളിൽ കളിച്ചോട്ടെ, കളിക്കാനുള്ള സ്പേസ് കൊടുക്കി. അത് പൊറുക്കി വെക്കണ കാര്യമൊക്കെ ഓല കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം പ്രത്യേകിച്ച്. വീടിന്റെ ഉള്ളിൽ കളി പറ്റില്ല. വീട്ടിന്റെ ഉള്ളിൽ പറ്റുന്ന കളി ഉണ്ടല്ലോ, അത് കളിച്ചോട്ടെ. 4 മണിക്ക് ശേഷം വീട്ടിന്റെ ഉള്ളിൽ കളിക്കാനും പാടില്ല. നിർബന്ധം പുറത്താകണം കളിക്കുന്നത്. സൈക്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. കുട്ടികളുടെ ശരീരം ഒന്ന് ഇളകണം. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഡയബറ്റിക് ആവുന്ന ഒരു പുതിയ സാമൂഹിക ക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഓർമ്മ നമുക്കൊക്കെ ഉണ്ടാകണം കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞ കളി ചങ്ങാതിക്ക് 500 ആളുകളെ അതിലുള്ള ഗ്രൂപ്പിലുള്ളൂ. ഒരുപാട് പാരന്റ്സ് അതിൽ കുറെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നുണ്ട്. തുടർച്ചയായി കുട്ടികൾക്കുള്ള കുറെ പദ്ധതികളാണ് നമ്മളതിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ചെയ്യാമെന്ന് സാന്ദർഭികമായിട്ട് പറയാണ്. ഈ യൂട്യൂബിൽ തന്നെ ഫുട്ബോൾ കേൾക്കുന്ന ആളുകൾക്ക് യൂട്യൂബ് ലിങ്കിന്റെ താഴെ ഇൻഷാ അല്ലാഹ് അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. 5-ാമത്തെ കാര്യം വിനോദമാണ്. എവിടെയെങ്കിലും ഒരു ടൂർ പോകണം.
നിങ്ങളിവിടെ കരിങ്കലത്താണിക്കുള്ള പാർക്ക് പോയിക്കോളി, ഒരു ടൂർ പോലെ നിർബന്ധം. കുട്ടികളെയും കൊണ്ട് അവന് സ്കൂളിൽ ചെന്നതിന്റെ ശേഷം കുട്ടികളൊക്കെ ഇങ്ങനെ ടൂറിനെ കുറിച്ച് പറയും. ഓരോരു ടൂറും ഉണ്ടാവും, ഒരു കുന്തം. എന്നിട്ട് ഓനിങ്ങനെ ഇരുന്ന് വിയർക്കും. അത് പറ്റൂല. അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച്